അതിന് ഉത്തരവാദി സർക്കാരാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ പറഞ്ഞു. അതായത് ഇതിൻ്റെ അകത്തൊരു ന്യൂനപക്ഷം മാത്രമാണ് ഈ കുഴപ്പം മുഴുവൻ ചെയ്യുന്നത്. പക്ഷേ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും ഒരു ഷാഡോയിലാണ്, നിഴലിലാണ്, ഈ ആരോപണത്തിന്റെ നിഴലിലാണ്. സർക്കാരാണ് കാരണം. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നാൽ ആരാണ് കുറ്റവാളികൾ, ആരാണ് നിരപരാധികൾ എന്ന് വ്യക്തമാവും. ഇത് നിരപരാധികളും കുറ്റവാളികളും കൂടി ഒരുമിച്ച് കിടക്കുകയാണ്. സർക്കാരാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ നന്നായി പെരുമാറുന്ന, മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേര് അപമാനിതരായി നിൽക്കുകയാണ് സിനിമാ രംഗത്ത്. നല്ല മനുഷ്യർ അല്ല. അതാണ് നിങ്ങൾ മനസ്സിലാകേണ്ടത്. ഞാൻ ആദ്യം മുതലേ പ്രതിപക്ഷം എടുത്ത സ്റ്റാൻഡ് എന്താണ്? നല്ല ചോദ്യമാണ് ചോദിച്ചത്. അതിലേക്ക് ഒതുങ്ങിപ്പോകരുത്. അതിനേക്കാൾ വലിയ സംഭവം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ട്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഒരു കാരണവശാലും അന്വേഷിക്കില്ല എന്ന നിലപാട് എന്തുകൊണ്ട് സർക്കാർ എടുക്കുന്നു? അതിലേക്കാണ് പോകേണ്ടത്. മുകേഷ് അതിനകത്തൊരു കുറ്റവാളിയാണ്, ആരോപണ വിധേയനാണ്. അത് MLA കൂടി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ പേര് വരും. അല്ല, അതുമാത്രമല്ലല്ലോ, 2023 ജൂലൈയിൽ സിനിമാ നയരൂപീകരണ സമിതിയിൽ അദ്ദേഹത്തിന് അംഗമാക്കി. എന്നിട്ട് സിനിമാ നയരൂപീകരണ സമിതിയുടെ അസൈൻമെന്റ് എന്താണ്? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച് സിനിമാ നയം ഉണ്ടാക്കാൻ. അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിക്കാൻ ആരുടെ കൊടുത്തത്? മുകേഷ് അടക്കമുള്ള ആളുകളുടെ കയ്യിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്ത. അപ്പൊ ഇത് പുറത്തു വരാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി മാറി മാറി ഭയപ്പെട്ട് പറയുന്ന ഈ റിപ്പോർട്ട് മുകേഷ് അടക്കമുള്ള ആളുകൾ വായിച്ചിട്ടുണ്ടെന്ന് കൂടി നിങ്ങൾ മനസ്സിലായിക്കോ. അതിലൊരു യുക്തിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലത്തെ കേസല്ല. ഈ കേസ് വന്നപ്പോൾ തന്നെ ഇപ്പം ഞാൻ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞ ശേഷമാണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വരുന്നത്. ആ കേസ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ നടപടിയെടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യത്തിന് അദ്ദേഹം അപേക്ഷ കൊടുത്തപ്പോൾ ആ കോടതി വിധി വളരെ വ്യക്തമായൊരു കോടതി വിധിയാണ്. അത് ഈ ആരോപണം ശരിയല്ല എന്നുള്ള രീതിയിൽ ആരോപണത്തിനൊരു മറുവശമുണ്ട്, ഈ ആരോപണം ഒരു കണ്ടന്റും ഇല്ല എന്നുള്ള രീതിയിലേക്ക് ജഡ്ജ്മെന്റ് വന്നു. എന്നിട്ട് ഞങ്ങളൊന്നും നോക്കി ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി അതേ നിലപാടെടുത്തു. അപ്പോൾ പിന്നെ ആളെ ഞങ്ങളെങ്ങനെ നടപടി എടുക്കുന്നത്? കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഈ ആരോപണത്തിൽ കഴമ്പില്ല, കണ്ടന്റ് ഇല്ല എന്നുള്ള നിലപാട് കോടതി എടുത്തപ്പോൾ. അതുകൊണ്ടാണ് ഞങ്ങൾ നടപടിയെടുക്കാറുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ നടപടിയെടുക്കും. ഇപ്പോൾ ഒരു അഭിഭാഷകരെ വന്നില്ലേ, അപ്പം തന്നെ അല്ലെങ്കിൽ രാജി എഴുതി മേടിച്ചു. ഞങ്ങൾ തുടരാൻ പറഞ്ഞു. ഞങ്ങൾ അപ്പം തന്നെ രാജി എഴുതി മേടിച്ചു. ഞാൻ രാജി വെച്ചില്ല, ഞങ്ങൾ അപ്പം പുറത്താക്കുമായിരുന്നു. KPCC പ്രസിഡന്റ് നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു രാജ്യം കൂടെ എഴുതി തരാൻ പറഞ്ഞു. രാജി എഴുതിയിൽ എന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞു. നേരം വിളിക്കുമ്പോഴേക്കും ഞങ്ങൾ ഇന്നലെ പരിപാടി നടക്കുമ്പോൾ ഞങ്ങൾ കൂടുതൽ ആരുമില്ല. അങ്ങനെ ഞങ്ങളതിൻ്റെ അഭിമാനത്തോടു കൂടിയ തന്നെ പറയുന്നത്. അത് ഇയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയല്ലേ. പിന്നെ ഇത് ഒരാരോപണമാണ്. എല്ലാ ദിവസവും ഓരോരുത്തരും വന്നിട്ട് ആരോപണം ഉന്നയിക്കല്ലേ എല്ലാ ദിവസവും. നിങ്ങൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് പഴയൊരു താരവുമായിട്ട് നടത്തിയ ഇൻ്റർവ്യൂ ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലില്ല. അതിൽ എന്തൊക്കെയാണ് അവർ പറയുന്നത്? ഈ റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ അസംബ്ലിയിൽ സ്ഥാനാർത്ഥിയാക്കിയത്, പാർലമെന്റിൽ സ്ഥാനാർത്ഥിയാക്കിയത്. അപ്പോൾ CPM എത്ര ലാഘവത്വത്തോടു കൂടിയാണ് ഒരു സ്ത്രീപക്ഷ വിഷയത്തെ കാണുന്നത്. ഞങ്ങൾ ആദ്യം മുതലേ രാഷ്ട്രീയം കലർത്താതിരിക്കാൻ ശ്രദ്ധിച്ചു. ഞങ്ങൾ രാഷ്ട്രീയം ഇപ്പോൾ ഈ മുകേഷിൻ്റെയൊക്കെ വിഷയം വന്നപ്പോൾ രാഷ്ട്രീയമായി പറയുന്നത്. അതിനു മുമ്പ് ഒരു സ്ത്രീപക്ഷ വിഷയമാണ്. ഒരു തൊഴിലിടത്തിൽ സ്ത്രീക്ക് സംരക്ഷണം കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒളിച്ചു വെച്ച് വീണ്ടും നിയമലംഘനം നടത്തുകയാണ് സർക്കാർ. അതാണ് പ്രശ്നം. അതുകൂടി ഗൗരവത്തോടു കൂടി ചർച്ചയിൽ ഫോക്കസിൽ വരണം.